ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇപ്പോൾ ഉള്ളത് ഇന്നലെ താമസിച്ചത് ഇവിടെ കേട്ടോ. അതായത് നമ്മൾ ആസാം പോകുന്ന റൂട്ടിലുള്ളത്. ഇന്നലെ നമുക്ക് കിട്ടിയ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്റ്റേ ആണ്. AC എല്ലാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വാഷ്റൂമും എല്ലാം ഉണ്ട്. ഇന്നലെ നമ്മൾ താമസിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്, പക്ഷേ മര്യാദക്ക് കിട്ടിയില്ല കേട്ടോ. ഈ ഒരു കട്ടയുടെ കമ്പനിയാണ്. പിന്നെ അതേപോലെ തന്നെ പൈപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു നമ്മുടെ അടിയിൽ അതിൻ്റെ ഓഫീസാണ് കേട്ടോ. അതിൻ്റെ മേലാണ് ഗസ്റ്റ് റൂം. കണ്ടില്ലേ, ഇഷ്ടംമാതിരി ഇങ്ങനെ കട്ടകൾ, അതേപോലെ തന്നെ പൈപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ വിളിച്ചിട്ടുണ്ട്, ആൾ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ആളെ ഞാൻ കാണിക്കാം കേട്ടോ. ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യൽ വരാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ആളെ കാണിക്കാം കേട്ടോ. അങ്ങനെ പിന്നിപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ പോണേക്ക് നോക്കാട്ടെ. എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒന്ന് പുള്ളിനെ ഒന്ന് മീറ്റ് ചെയ്തേടാ. നമ്മളെ ഇപ്പം താഴത്തേക്ക് വന്നിട്ടാ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഹായ്, आपका नाम क्या है? संजय जैन. संजय जैन हिंदुस्तान पाइप इंडस्ट्री. आपका है पूरा? ആളുടെ കമ്പനി ആയിട്ട് ഇവിടെ കട്ടയുണ്ട്, പിന്നെ പൈപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മേലിൽ നിന്ന് കാണിച്ചില്ലേ, ഇതിൻ്റെ മേലാണ് നമ്മൾ താമസിക്കണം. അപ്പോൾ ആൾ ഇതില താങ്ക് യു. അമ്മീറ്റ് क्या था 2 दिन का? This is my small. और दूसरा है 5 बीघा. We have another 2 kilometer. Oh, दूसरा 50 बीघा. अच्छा, 400 people are working there. Oh, nice. Big factory. ഓ ये दूसरा है यार. ये small. अच्छा. നല്ല വലിയൊരു കമ്പനി ആയിട്ടാ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്ന് ജസ്റ്റ് ഇന്നലെ yesterday में जस्ट वीडियो किया था कुछ 400 staff. अच्छा, उधर इधर कितना है स्टाफ? इधर तो अराउंड 30-40. मैं कल जस्ट वीडियो किया था इनका. നമ്മളപ്പോൾ നമ്മുടെ സൈക്കിൾ റെഡിയാക്കാൻ പോകണം കേട്ടോ. ഓക്കെ, മേ സൈക്കിൾ റിപ്പയർ കറനേക്ക് ബാധായക. നമ്മുടെ സൈക്കിളിന് ശരിയാക്കാണ്ട് ഇവിടെ അടുത്തൊരു ഷോപ്പ് പുള്ളി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ നമ്മുടെ സൈക്കിൾ റെഡിയാക്കാൻ വേണ്ടി പോകണേണ്ടാ. കണ്ടില്ലേ, സാധനങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഞാൻ സ്റ്റൗ എടുത്തിട്ടുണ്ട്, അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അങ്ങാടി പോകണേണ്ടാ. പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പുള്ളി ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാ. പുള്ളി ഫ്രീ ആയിട്ട് ഇവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ആസാം പോണ റൂട്ടിലാണ് പുള്ളിയുടെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ ആ റൂട്ടിൽ വന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് ഒരു 1 വീക്ക് വരെ അല്ലെങ്കിൽ അതിന് മേലെ വരെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഞാൻ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് തരും കേട്ടോ. പുള്ളിക്ക് ഒരുപാട് കോട്ടേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ പുള്ളിയാണ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ആപ്പിയുടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പുറം ഇപ്പുറം ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അടിപൊളിയാണ്. വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മളിതൊന്നും ഒരു സാധനങ്ങളും ഇല്ലാണ്ടാണ്ട് യാത്ര ചെയ്യണം. ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മൾ സൈക്കിൾ ശരിയാക്കാൻ കൊടുക്കണേ കേട്ടോ. അപ്പോൾ അങ്ങാടേക്ക് പോണേന്. അപ്പോൾ പുള്ളി തന്നെയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ. പാവം. ഇവിടെയുണ്ട് രജിസ്ട്രേഷൻ. ഒഡീസയുടെ പണ്ട് ഒഡീസ അല്ലായിരുന്നു, ഒറീസ ആയിരുന്നല്ല. എനിക്കൊന്നൊരു പഴയ രജിസ്ട്രേഷനാണെന്ന് തോന്നിട്ടോ. കണ്ടില്ല, ഒരു കാട് ഇങ്ങനെ നിൽക്കണ പോലെ ഉണ്ടായിരിക്കണ. അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇന്നലെ രാത്രി ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നിട്ട് നമ്മൾ വന്നോയിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം വെയിലുണ്ട്. ഇതിപ്പോൾ ആസാം പോണ റൂട്ടാണ്ട് ഈ കാണാം. നമ്മളങ്ങനെ സൈക്കിൾ റെഡിയാക്കാണ്ട് വന്നെങ്ങനെയുണ്ടോ. അപ്പോൾ സൈക്കിളിൻ്റെ 2 ടയറും ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ വീല് മാറ്റാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെന്നുള്ള പണി, പിന്നെ അതിൻ്റെ സ്പോക്ക് പോയിരിക്കുന്നുണ്ട്. ആ ടയറിൻ്റെ സ്പോക്ക് പോയിരിക്കുന്നുണ്ട്, അത് മാറ്റണം. പിന്നെ ഫ്രണ്ട് ടയറിലെ ട്യൂബ് പറഞ്ഞ് ഇടാനുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഒന്ന് സെറ്റാക്കാൻ പോകട്ടോ. എന്തല്ലേ, ഒരു കടയാണ്. സൈക്കിളിലെ സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണണം. ടയർ കുഴപ്പമില്ലെന്നാ പറഞ്ഞാൽ. ട്യൂബ് എത്ര 6 പഞ്ചറുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് 6 പഞ്ചറേ. ടയർ കുഴപ്പമില്ലെന്നാ പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ബെയറിങ് ശരിയാക്കണം കേട്ടോ. ഹാൻഡിലിൻ്റെ ബെയറിങ് പോയി കിടക്കണേ, അത് ശരിയാക്കണം. ഒരു സ്റ്റാൻഡ് വെക്കണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞാൽ. എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാൻ പറയാം കേട്ടോ. എന്തായാലും ഒരുപാട് ദൂരം പോകാനുള്ളതിന് അല്ലേ. നമ്മളങ്ങനെ മറ്റേത് സെറ്റ് ചെയ്യണ കടയിൽ വന്നിട്ടാ. അപ്പോൾ അത് ഇവിടെ പുള്ളി സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം അയച്ചേട്ടാ. സ്റ്റൗവില്ല, എന്തൊക്കെയോ കാണിച്ച് നോക്കാണ്ട് സെറ്റായാൽ മതിയായിരുന്നു.
भैया ये बाहर ये बाहर നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം ഇത് അയച്ചു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു ഐഡിയ എന്തൊക്കെയോ കാണിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ठीक है भैया ठीक आएगा. आपका नाम क्या है भैया? कमाल कमाल तमाल 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 भैया കടയിലുണ്ടോ? സാധനം ഇല്ലായിരുന്നെങ്കിൽ പണിയായി പോകാനേട്ടാ. ഒരു കണക്കിന് സെറ്റായി. സത്യം പറഞ്ഞാൽ ഇത് സെറ്റായില്ല കേട്ടാ. നമ്മൾ തിരിച്ച് സൈക്കിൾ അടുത്തേക്ക് പോയത്. ഞാനിത് പുള്ളി പറ്റാവുന്ന രീതിയിലൊക്കെ നോക്കി. പക്ഷെ അതിൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ ആ പ്രസ് ചെയ്യണ ഇതില്ലേ, അതാണ് കംപ്ലൈൻ്റ് ആയിപ്പോയത്. പക്ഷെ എൻ്റെ പൊന്നോ, ഇനി ഒരു ലൈറ്റർ മേടിച്ചിട്ടേ അത് സെറ്റ് ചെയ്യാൻ പറ്റാന്ന് നോക്കാട്ടാ. നമ്മൾ സൈക്കിളിൽ അങ്ങാടേക്ക് പോണേണ്. രക്ഷയില്ല, അല്ലെങ്കിൽ വേറെ മേടിക്കേണ്ടി വരും. ഇവിടെ റേറ്റൊക്കെ എത്രയെന്ന് അറിയില്ല. എന്തായാലും നോക്കാട്ടാ. നമ്മളങ്ങനെ സൈക്കിൾ കടയിൽ വന്നിട്ടാ. ഇതുണ്ടല്ലേ സൈക്കിൾ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇത് മാറിയിട്ടാ, ട്യൂബ് മാറിയിട്ടുണ്ട്. അടുത്ത മറ്റേ ബാക്ക് ടയറിൻ്റെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേട്ടാ. കമ്പി കുറേയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേട്ടാ. ഇനി ഇവിടെ എത്രയാവുന്നൊരു പിടുത്തം വരാട്ടാ. ഇതിൻ്റെ പൊന്നോ, എല്ലായിടത്തും ഭയങ്കര ചിലവാണ്. പക്ഷെ മറ്റേടത്ത് പുള്ളി പൈസയൊന്നും മേടിച്ചിട്ടാ. കാരണം ഇത് വലിയ പണിയൊന്നും ഉണ്ടാകുന്നില്ല. അതായത് ജസ്റ്റ് പുള്ളി അയച്ച്, പക്ഷേ അതിലൊന്നും മാറ്റാനും പറ്റിയില്ല. ജസ്റ്റ് ഫിക്സ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലൈറ്റർ മേടിച്ചിട്ടുണ്ട്. ഒന്ന് റൂമിൽ ചെന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കാട്ടാ. സെറ്റായാൽ മതിയായിരുന്നു. ഒരു പരിധി വരെ നമുക്കത് കൊണ്ടുപോകാം മാക്സിമം. അല്ലെങ്കിൽ വേറെ മേടിക്കേണ്ടി വരും കേട്ടോ. ഇല്ലേ, രണ്ടുപേരും എന്നാണ് പണിത്. ഇപ്പോൾ ഒരാളും കൂടെ അവിടെ ഉണ്ട്. ആള് ജസ്റ്റ് ബാക്ക് ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പുള്ളിയാണ്. ഫ്രണ്ട് ടയർ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രീ വീല് സെറ്റ് ചെയ്യണം. ഇതിലൊക്കെ മറ്റേ ഓയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. നോക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകണം. എന്നിട്ട് എന്താ പ്ലാൻ ആദ്യം ചെക്ക് ചെയ്യണം. അതായത് എന്താ പ്ലാൻ ഇനി എന്ന് നോക്കണം. അങ്ങനെ ഫ്രണ്ട് ടയർ അതേപോലെ ബാക്ക് ടയർ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ചെയിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഭയ്യാ ചെയിൻ ഇട്ടേക്ക്. ചെയിൻ നമ്മൾ പുതിയത് ഇട്ടതാണ്. ഫ്രീ വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പോക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പല പല കളറിലായിരിക്കുന്ന സ്പോക്ക്. കാരണം ഇതിൻ്റെ കാർട്ട് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതിന് അത്യാവശ്യം സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡ് മറ്റേ മെറ്റലിൻ്റെ സ്റ്റാൻഡാണ്. ശരിയായ മതിയായിരുന്നു. എത്ര ആവുമെന്നൊരു പിടുത്തമില്ല. ചോദിച്ചു നോക്കാണ്ട ലാസ്റ്റ്. എന്നിട്ടൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കാം. മറ്റേ പുള്ളി എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ചവിട്ട് നോക്കി, കുഴപ്പമില്ല. എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെറ്റിൽ ഒരെണ്ണം മാറിയിട്ടാ. അതുപോലെ തന്നെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത്, ഇത് മെറ്റലിൻ്റെ സ്റ്റാൻഡാട്ടാ. പിന്നെ അതേപോലെ തന്നെ ഫ്രീ വീല് മാറി, ഓയിൽ ചെയ്ത് ഇവിടെയൊക്കെ ഓയിൽ ചെയ്തട്ടാ. പിന്നെ ടയറിൻ്റെ ട്യൂബ് മാറി. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും മാറിയിട്ടില്ല കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ടയർ മാറണ്ട, ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ. ട്യൂബ് എത്ര 6 പഞ്ചറുണ്ടായിരുന്നു. 6 പഞ്ചറുള്ളതുകൊണ്ടാണ് ട്യൂബ് മാറ്റിയത് കേട്ടോ. കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നോക്കാം എത്രയെന്ന് ചോദിച്ചു നോക്കട്ടെ. എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. മറ്റേ പുള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. നോക്കാട്ടെ എന്തായാലും. നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ശരിയാക്കി വന്നിട്ടാ. അപ്പോൾ മറ്റേ പുള്ളിയുടെ കടയിൽ വന്നേക്കുന്നുണ്ട്. സൈക്കിള് ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ചവിട്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ പൈസ കൊടുത്ത പുള്ളിയാണ്ടാ. എന്നോട് പൈസ ഒന്നും മേടിച്ചില്ല. പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്ര ഏതെനിക്ക് അറിയില്ല. ഏകദേശം ഒരു 2000 രൂപ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നത്. അപ്പോൾ ഭക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട കട ലവ്ലി സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ മസാല ദോശ, വെജിറ്റേറിയൻ ഹോട്ടലുണ്ടാ. മസാല ദോശ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്ത് പിന്നെ ഒരു മോമോസ് ഓർഡർ ചെയ്തിട്ടാ. പുള്ളി കടക്കാരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കടക്കാരനാണ് പൈസ എനിക്ക് തന്നെ കേട്ടോ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാണ്ട് വന്നേക്കണേ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സൈക്കിൾ അവിടെ ഇപ്പം കേട്ടോ. നമ്മളിങ്ങനെ ചീസ് ബട്ടർ മസാല ദോശയാണ് ഓർഡർ ചെയ്താൽ. സാമ്പാറുണ്ട്, പിന്നെ ചട്നി ഉണ്ട് കേട്ടോ. സാമ്പാറൊന്നും കണ്ടിട്ട് വലിയില്ല. പക്ഷേ പിന്നെ ഇത് ഷെസ്വാൻ മോമോസാണ് കേട്ടോ. ചീസ് ബട്ടർ മസാല ദോശ, പിന്നെ ഷെസ്വാൻ മോമോസ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാട്ടാ. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കഴിച്ചേട്ടാ. സാമ്പാർ വലിയ ഇതില്ലാട്ടോ. കാരണം നമ്മുടെ സാമ്പാർ അത്രയും വരൂല ഇവരുടെ സാമ്പാർ കേട്ടാ. അതൊരു ഇതാണ് നെഗറ്റീവ്. ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു.
സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എത്രയാവും എത്ര പൊട്ടുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഒരുപാട് പൈസയൊന്നും ഇല്ലല്ലോ. കാരണം പുള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി കൊടുത്തോളാന്ന്. ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പുള്ളി ഒന്നും പറയേണ്ട, പൈസ കാര്യം ചോദിക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുണ്ടാ. അങ്ങനെ നമ്മളവിടെ എത്തിയേട്ടാ, നമ്മുടെ റൂമിൻ്റെ അവിടെ സെറ്റി ഓഫീസാണ്ട് വേണ്ട. നമ്മളിപ്പോൾ ആളുടെ പ്രോപ്പർട്ടിയുടെ അവിടെ എത്തിയെങ്ങനെയുണ്ടാ, അത് ഈ കാണുന്നതാണ് എൻട്രൻസ്. അത്യാവശ്യം ഓ ദിസ് ഓൾസോ ഓ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് പുള്ളിയുടെ. വലിയ സംഭവം നമ്മൾ നേരത്തെ കണ്ടില്ല, അതിനേക്കാളും വലുതാണ്ടാ. ദിസ് ഈസ് ബിഗ്. ഇതൊക്കെ മറ്റേ കല്ലിൻ്റെ നമ്മളെ താഴത്ത് ഇങ്ങനെ നിലത്തിങ്ങനെ വിരിക്കില്ല, അങ്ങനത്തെ കല്ല് കാര്യങ്ങളൊക്കെയാണ്. പല ടൈപ്പ് കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കേട്ടാ, ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനേ. എന്തായാലും നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. ഇതാണ് ഇവരുടെ ഈ കട്ട ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കട്ടകളും റെഡി ആയത് ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെക്കണേണ്ട. സംഭവം സെറ്റാണ്ട. പുള്ളിയുടെ ഒരു വലിയൊരു സംരംഭം തന്നെയാണിത്. ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ, 1000-500 പേരുണ്ടെന്ന് പറയണം. ഇവരിവിടെ വെള്ളം ഇങ്ങനെ പൂശി ഇങ്ങനെ ക്ലീൻ ആക്കണേണ്ട. കാരണം വെള്ളമല്ലെന്ന് തോന്നുന്നത്, എനിക്ക് വേറെ എന്തോ സാധനം തോന്നില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ വേറെ ടൈപ്പ് ഇതാണ്ട, ബ്രിക്സ് ആണ്ട, കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊന്ന് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് പൊടിച്ചിട്ടാന്ന് തോന്നുന്നത് ഇവരുണ്ടാക്കണേന്ന് തോന്നിട്ടാ. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ടൈൽസ് പോലത്തെ സംഭവങ്ങളുണ്ട്. അവിടെ ടൈൽസ്, ഇവിടെ മറ്റേ ഇങ്ങനെ ബ്രിക്സ് പോലത്തെ കേട്ടോ. Your name? MD Nazir. MD Nazir. Oh, contractor. Oh, Tiles manufacturing contractor. Oh, good. Nice to meet you. All the workers are working under him. Oh, yes. ये very much ये क्या है टाइल्स? ये टाइल्स है वो फेबर ब्लॉक है जो नीचे लगाने के लिए. अच्छा वो पानी नहीं. ये एक केमिकल है. अच्छा पानी इसमें नहीं लगेगा. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ മേലൊരു കോട്ടിങ് പോലെ ഒരു പൂശയാണ്. ശരിക്കും ഇതിലിപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാലും ഇതിൽ ഇങ്ങനെ പിടിച്ചിരിക്കില്ല, അതായത് ഇങ്ങനെ പൊക്കോളും. കവർ യെസ് കവർ. ये वाटर प्रूफ कवर है. अब जो इसमें कवर नहीं रहेंगे ना, तो क्या है कोई भी चीज़ गंदा बहुत जल्दी लग जाएंगे और इसमें नहीं लगेगा. अगर इसमें आप पानी खाकर फूक देते हैं या कोई कलर लग जाता है तो फिर आप उसको धुलाई कर दीजिए, साफ हो जाएगा. कलर आने के बाद कोई प्रॉब्लम नहीं? कोई नहीं है. अच्छा. ये इसके ऊपर भी कर दीजिए, पानी डाल दीजिए, साफ हो जाएगा. अच्छा. ഇതിൻ്റെ മേലിൽ ഇപ്പോൾ കളർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പോവില്ല, അതായത് ഇങ്ങനെ പിടിച്ചിരിക്കൂല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം എന്നാണ് പറഞ്ഞ പുള്ളി. സംഭവം കൊള്ളാട്ടോ. പിന്നെ ഇതൊക്കെ അതേപോലെ തന്നെ പൂച്ചെന്ന് തോന്നണവർ. സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇവിടുത്തെ ഈ ഒരു വിശേഷങ്ങളാണ് നമ്മൾക്ക് കാണിക്കാനുള്ളത്. മറ്റേ വീഡിയോൻ്റെ പാർട്ടായിട്ടാണ് ഇത് പറ്റുള്ളൂ. ഇതിലിവിടെ മറ്റേ ടൈൽസാണ് കേട്ടോ, നമ്മൾ വിരിക്കുന്ന ടൈൽസ് തന്നെ, നിലത്ത് വിരിക്കുന്ന ടൈൽസില്ലേ, അതാണ് ഈ കാണുന്നത്. അതും 2 കളറൊക്കെ ഉണ്ട് കേട്ടോ, ചുവപ്പ് മഞ്ഞ അങ്ങനെ. ഇതൊക്കെ വെച്ചിട്ടാണ് മിക്സ് ചെയ്താന്ന് തോന്നുന്നത് ഇവരിത് ഉണ്ടാക്കണേ കേട്ടോ. ഞങ്ങളെ വേറെ സ്ഥലത്തേക്ക് പോകണേട്ടോ. ഇവിടെയൊക്കെ വേറെ എന്തോ ഇങ്ങനെ ചെയ്യാനുണ്ട്. ഈ ക്യാ ഭയ്യ പോളേ? अच्छा ഇലക്ട്രിക് പോൾ. ഓ ഇലക്ട്രിക് പോസ്റ്റ് ആണെന്ന് തോന്നട്ടാ. അതന്നെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അമ്പോ ഇത് നമ്മള് താമസിക്കും. मालूम है इलेक्ट्रिक पोस्ट. ओ इनका पूरा आप ही? ओ अलग है, मालिक एक ही है. उधर देखा तो. अच्छा. ഇവിടെ വേറെ ഓണർ കൂടെ ഉണ്ട്, 2 പേരാന്ന് തോന്നുന്നത് കേട്ടോ. പുള്ളിയുണ്ട്, വേറെ ആരാളുടെ കൂടെ പാർട്ണർഷിപ്പാണ് തോന്നുന്നത്. കണ്ടില്ലേ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. अच्छा ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഇവരെടുത്തെന്നാണ് കേട്ടോ പറഞ്ഞ, ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്തത്. സംഭവം കൊള്ളാട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാക്കണത് കാണുന്നത്. സംഭവം ഇതിലിവർ മറ്റേ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ, എന്നിട്ട് അതിലാണ് അതൊക്കെയാണ് അതിൽ മറ്റേ കോൺക്രീറ്റ് ഫിക്സ് ചെയ്യണ സാധനങ്ങളൊക്കെ. കാരണം ഇതും അതേപോലെയൊക്കെ ചെയ്യാനുള്ള, ഇതിലും ഇതേപോലെ കമ്പികൾ കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യും, എന്നിട്ടാണ് അതിലേക്ക് ഇവർ മറ്റേ മിക്സിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണത്.
ഉള്ളാട്ട് സംഭവം പോസ്റ്റ് ഉണ്ടാക്കണ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കണ അതിനുള്ള കമ്പികളാണ് അവർ വെച്ചേക്കണം. यहाँ से कटिंग हो जाएंगे, यहाँ से कट जाएंगे वो. ഓ यहाँ से कट हो गया. ये कट हो जाएंगे, वो एक पोल हो गया इधर, एक पोल 2 पोल हो जाएंगे. हेलो നമുക്കൊരു കോൾ വന്നിട്ടാ. ആ ഇതാണ് മിക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ ഇതേപോലെ തന്നെ ഇവർ ഇതിലേക്ക് ഫിക്സ് ചെയ്യും കേട്ടോ. भैया इनका ये हाइट कितना है वो इलेक्ट्रिक पोस्ट का हाइट? ये हाइट आपका होंगे 15 मीटर हाइट होंगे. 15 मीटर? 15 मीटर हाइट होंगे. अच्छा 15 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ വന്നിട്ട് അവിടെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് വന്നേക്കണം. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് 15 മീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഒരു പോസ്റ്റ് ഉണ്ടാക്കണം. ഈ കാണുന്നതാണ് അത്. ഇതാണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടില്ല അവിടെ നിന്ന് ഇവർ മറ്റേ റോള് ഇതാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് അവിടെ ഒരാൾ വലിച്ചുകൊണ്ട് പോകണണ്ടില്ലേ, അങ്ങനെയായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇത് ഇലക്ട്രിക് പോസ്റ്റാണ് സെറ്റ് ചെയ്യണത്, അതിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് കമ്പികൾ റാഡ് പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരും. എന്നിട്ടാണ് അത് കണ്ടില്ലേ. ഇത് ശരിക്കും 15 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കട്ടിങ് വരുമെന്നാണ് പുള്ളി പറഞ്ഞ. ഉള്ളാട്ട സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. എന്തായാലും സംഭവം സെറ്റാണ്. ഞങ്ങളപ്പോൾ ഇപ്പോൾ നേരെ അവിടെ തിരിക്കണാണ്. നമുക്കപ്പോൾ ഇനി വേറൊരു സ്ഥലം കൂടെ കാണാൻ പോകണ്ട. കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബീഹാറീസ് ഉണ്ട്. ബീഹാറീസ് സെറ്റിൽ നിയർ. ഓക്കെ അവിടെ അത്യാവശ്യം ബീഹാറികളാണ്. ഞങ്ങൾ വന്നൊഴിക്ക് എന്നോട് പുള്ളിയാണ്ടാ പറഞ്ഞ. ഞാനങ്ങനെ കുളിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാ ബയ്യ അടിയിലുണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് സൈക്കിളായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണേട്ടാ. നമ്മളങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയേട്ടാ. സൈക്കിളായിട്ട് ഇറങ്ങിയ ലോഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടാ. ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയേട്ടാ. നമ്മളിപ്പോൾ പോണത് ലങ്കപ്പാറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൻ്റെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. ബോർഡർ സൈഡാണ്. ഭൂട്ടാൻ തൊട്ട് പറ്റില്ലാന്നാണ് കേട്ടോ ഞാൻ മാപ്പിൽ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പോണേക്ക് രണ്ടുപേരെ കണ്ടുപിട്ടേടാ. ജസ്റ്റ് പരിചയപ്പെടുത്തരാം. हाय ब्रो. हेलो. आपका नाम व्हाट्स योर नेम? शुमलामा. हाय आपका नाम क्या है आपका? ओह मलयालम. आपको आते हैं मलयालम आते हैं? जास्ती आता है. अच्छा. Your YouTube channel name? ट्रैवल बाय अशकर. Travel बाय अशकर. by अशकर ASH by ASHKAR. Search. No. Is this here? No. No, just I will. നമ്മുടെ ചാനൽ your correct your location, exact location in home. My home is actually Lankapara bazaar just. Yeah, there in the Chopati, there is the Chopati there. So exact in the same bazaar I live. Okay. My residence also there. Oh. Oh sure, I will call you. Is there any problem then you can call me. Yeah, sure, okay? Definitely. Thank you bro. Okay. നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടാ. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. അവരോ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്. हाय भैया, आपका नाम क्या है? सुजीत. अच्छा, आपका नाम क्या है? मेरा नाम धीरज दास दर्जी. अच्छा, आप लोग इधर का है? मेरा भी ब्लॉग है. चैनल का नाम? धीरज दास दर्जी से मेरा एक फेसबुक चैनल है. फेसबुक चैनल विजिट कीजिएगा. फॉलो कीजिएगा, सब्सक्राइब कीजिएगा. ഓക്കെ ഡെഫിനറ്റ്ലി. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ആളെ നമ്മൾ പരിചയപ്പെട്ടാണ്. എനിവേ താങ്ക് യു ബ്രോ, താങ്ക് യു. സി യു. ഓക്കെ. അപ്പോൾ ഇവരെ നമ്മൾ കണ്ടേട്ടാ. അപ്പോൾ ഓരോരുത്തരായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണ്ട. അപ്പോൾ ഇവർ വന്നോയ്ക്ക് ഇങ്ങനെ കണ്ട് നിർത്തിയതാണ് നമ്മളെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. നമ്മൾ മുന്നോട്ട് യാത്ര ഇരിക്കണേട്ടാ. നമ്മളിപ്പോൾ വന്നോയ്ക്ക് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയേട്ടാ. ഇവിടെ എല്ലാവരും ഉണ്ട്. ഹായ് ദീദി. അയ്യ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണവും ഇതൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടാ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഭയ്യയുടെ വണ്ടിക്ക് പോകാമെന്ന് വെച്ചിരിക്കുന്നത്. ഓ സൈക്കിൾ ഇधർ गाड़ी करने के बाद आपका गाड़ी में जाएगा उधर? लेट हो गया? പൂട്ടൂപ്പർ. അതാകുമ്പോൾ സൈക്കിള് ഇവിടെ വെക്കാലോ. ഇവര് പറഞ്ഞ സൈക്കിളിന് പോകാൻ പറഞ്ഞേട്ടാ. കാരണം എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൈക്കിളിൽ തന്നെ പോവാം. ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ശരിക്കും ആ ഓട്ടോക്കാരൻ പുള്ളി ഇവരെ ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ കേട്ടോ. കാരണം നമുക്ക് വേണ്ടിയാണ്. അത് ആലോചിക്കണം. എന്നാലും ഓക്കെ പയ്യെ പോവാട്ടാ. നമ്മളിപ്പോൾ ആളുടെ വീട്ടിലേക്ക് വന്നേക്കണേ കേട്ടാ. ഹായ്, आपका नाम क्या है?
प्रतिमा आपका सोबिना वो आपका घर है हाय नाम क्या है दीदी कल्पना छत्री अच्छा अच्छा അപ്പോൾ നമ്മൾ ആളുടെ വീട്ടിലേക്ക് ഹായ് നമ്മളെ ആളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കണ്ട അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി എന്തായാലും സിസ്റ്റേഴ്സ് अच्छा अच्छा ओके അവിടെ ആരും മേക്കപ്പ് में आपका स्वागत ഇവിടെ എല്ലാരും ഇത് 24 ലിനെ വരാണ്ട് 24 കോഴിക്കോടിലെ വരാണ്ട് ഇവര് എവിടെ കോഴിക്കോടിൽ വരാറുണ്ടാ आप केरला गए थे आप वो नहीं वो उधर है ना मेरा वाइफ का मम्मी का वो उधर पूरा उधर जाएगा अच्छा 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 ഇവര് കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് പറയണ ഹായ് ഓരോരുത്തരായിട്ട് आप केरला गया किधर गया ट्रिवांड्रम अच्छा अच्छा उधर क्या मतलब पार्लर ले उधर अच्छा इधर से बहुत लोग उधर काम करने के लिए आएगा वो केरला में हम देखा वो वेस्ट बंगाल में वो नेपाल में बहुत देखा उधर में जाने का रास्ता में देखा बहुत जुमला में गया ना जुमला में നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക് മലയാളം കാര്യങ്ങളൊക്കെ അറിയാട്ടോ അത് കാരണം കുഴപ്പമില്ല അവരുടെ വീട്ടുകാരും എല്ലാവരും ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾ സൈക്കിളിനൊക്കെ തന്നെ ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമാണ് കേട്ടോ അവർക്ക് അത് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നേരെ വ്യൂ പോയിൻ്റ് കാണാൻ പോകണേ കേട്ടാ ടൈം വൈകാന്ന് അറിയില്ല കേട്ടാ കുറച്ചെല്ലാം മുന്നോട്ട് പോകാം ഇല്ലേ ഹായ് hello welcome to Lankapada thank you how are you oh good fine yes hi can I selfie with you yeah sure കേരള വട സൈക്കിൾ നാക്ക ഫോട്ടോ നമ്മൾ നല്ല രീതിയിൽ ലേറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബയ്യ പറഞ്ഞ ആളോട് പെട്ടെന്ന് വരാൻ വേണ്ടി വിളിക്കണമായിരുന്നു നമ്മളോടല്ല കേട്ടോ അവരോട് പെട്ടെന്ന് വിടാൻ കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ആന ഇറങ്ങും നമ്മൾ സൈക്കിളിൽ പോകണം ഒട്ടും സേഫ് അല്ല കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് अच्छा हाय आपका नाम क्या है उमेश हाय नाम क्या है अच्छा ഇവിടെ വന്നപ്പോൾ भैया ഓൾറെഡി മീറ്റ് കിയാ था അപ്പോൾ നമ്മൾ പോണ റൂട്ടാണ് ഇവിടെയാണ് ഈ എലങ്കപ്പാറ വ്യൂ പോയിന്റ് എക്കോ പാർക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ അടിപൊളിയാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അന്വേഷിക്കാം ഓക്കെ പോവാം ഓക്കെ ടൈമില്ല ഓരോരുത്തരായിട്ട് കാണുന്നുട്ടാ ഹായ് നമ്മളെ ഫോണിലേക്ക് ഓരോരുത്തരായിട്ട് കാണട്ടെ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ തിരിച്ച് ഒന്നാമത്തെ സാധനം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ടേ നമുക്ക് റിട്ടേൺ പോകേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ സ്ട്രെയിറ്റ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബയ്യയും നമ്മളോട് ഓൾറെഡി പുള്ളി എന്നോട് പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ നിൽക്കുകയാണ് കാരണം സാധനങ്ങൾ അവിടെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പയ്യെ പോകാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കണത് ഭൂട്ടാൻ ബോർഡറിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടമാണ് ഇവിടെയൊക്കെ രാത്രി ആനകൾ ഇറങ്ങും കേട്ടോ ഇവിടെയൊക്കെ മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവണേന്നാണ് പറഞ്ഞാൽ നമ്മുടെ ബ്രോയാണ് പറഞ്ഞാൽ ഇവിടെയൊക്കെ രാത്രി ഈ റൂട്ട് പോകണ പണിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകില്ല ആ റൂട്ട് പണിയാണെന്നാണ് പറഞ്ഞാൽ ആളെന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ പക്ഷേ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പോയി ചാർജർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ പോയി അല്ലെങ്കിൽ നമ്മൾ നിന്നേനായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് जो ये संस्था चला रहा है उसका मैं प्रेसिडेंट हूँ और यहाँ कोऑर्डिनेटर है और यहाँ कैशियर है एग्जीक्यूटिव एडवाइजर है और एग्जीक्यूटिव एडवाइजर आपको वेलकम करना चाहिए फोटो किधर फोटो ग्रुप फोटो इधर आए अब सर ना फोटो किधर नहीं जुदा तो किधर ये पविंदा सबैजना ग्रुप आसाम से मेघालय नागालैंड अरुणाचल फिर इधर से फिर भूटान देन भूटान से फिर सिक्किम नेपाल अभी कहाँ टूर कर चुके हैं मैं 15 स्टेट घूम किया था इधर केरला से कर्नाटक गोवा महाराष्ट्र उस साइड पूरा घूमने के बाद दिल्ली हरियाणा पंजाब जम्मू श्रीनगर लद्दाख से फिर मनाली നമുക്ക് ഇപ്പോൾ ഇവർ ഇപ്പോൾ കുറച്ച് സ്വീകരണവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ കുറച്ച് പൊന്നാണിയൊക്കെ കഴിച്ചപ്പോൾ ഹായ് भैया आपका नाम क्या है मेरा नाम जॉन गुरु आपका नाम क्या है भैया कविराज हाय नाम क्या है भैया मनम याखा हाय रमेश तावा
कृष्णा था। आप लोग इधर मतलब इधर का यहाँ हम लोग यहाँ का एक कमिटी यहाँ पर ऑर्गेनाइजेशन है तो इसका ऑर्गेनाइजेशन का हम लोग कोऑर्डिनेट करते हैं। अच्छा 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 ओह ये ऑर्गेनाइजेशन का नाम क्या है? मनोकामना सोशल वेलफेयर ऑर्गेनाइजेशन। ऑर्गेनाइजेशन अच्छा छोटा पार्क, we call it eco park also. ഇക്കോ പാർക്ക് അച്ഛാ 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 അപ്പോൾ ഒരാളും കൂടി ഉണ്ട് നാളെ പോയി ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ സത്യം പറഞ്ഞില്ല ഇവിടെ അടിപൊളി സ്ഥലമാണ് അതായത് ബോർഡർ സൈഡാണ് കേട്ടോ നിങ്ങൾ റാഷിയിൽ മന്നം കിതർ ഭൂട്ടാൻ ഇതാ ഈ മല്ലേ ഇന്ത്യ തന്നെയാണ് ഇത് ഓ ഇത് ഇന്ത്യയാണ് പക്ഷേ ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ ഭൂട്ടാൻ ഓ ഇതർസക്ക് ഇവിടുന്ന് എങ്ങനെ പോണ റോഡ് ഉണ്ടല്ലോ അടിയിൽ ഓ ഇവിടുന്ന് ഇങ്ങനെ റോഡ് ഉണ്ട് കേട്ടാ വണ്ടി പോവില്ലല്ലേ ഓ അവിടെ കൂടി അല്ല പോണ കൊള്ള ഇവിടെ ഒരു ടവറൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ ജസ്റ്റ് വന്നതാണ് സെറ്റാണ് ഇത് ഫുള്ള് ഒരു ടീ ഗാർഡൻ ആണ് അപ്പോൾ അടിപൊളിയാണ് ഇവരുടെയൊക്കെ ഭയങ്കര സ്വീകരണവും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ പ്രാവശ്യമെങ്കിലൊക്കെ വന്നം സൈക്കിളിലൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര കൗതുകമാണ് നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലിലൊക്കെ കയറിയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചിട്ടാ ഓ അവിടെ കുറച്ച് ആൾക്കാർ പോകണ്ടല്ലേ ശരിക്കും നമ്മൾ ആ കണ്ടില്ലേ അതാണ് ശരിക്കും ഭൂട്ടാനിലേക്ക് പോകേണ്ടത് ഇതിൻ്റെ അപ്പുറം ഭൂട്ടാനാണ് ഇതൊക്കെ ഫുള്ള് എന്താണ് നോമാൻസ് ലാൻഡ് ആണെന്ന് തോന്നട്ടാ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പോലെയാണ് കണ്ടത് ഓ ഇത് ശരിക്കും ഭൂട്ടാൻ്റെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെയാണ് ഈ കാണുന്ന ഇന്ത്യയുടെയാണ് ഈ നിലത്ത് ശരിക്കും ഇത് ആ ബോർഡർ ആണോ ഓ ഇവിടുന്ന് വണ്ടി എങ്ങനെ പോണം ഇങ്ങനെ കയറിയിട്ട് എങ്ങനെ ഇങ്ങനെ പോകും ഇതിന്റെ മേലിൽ കൂടെ പോവല്ലേ ഓ റോഡില്ലല്ലേ ശരിക്കും ഇവിടുന്ന് ശരിക്കും നല്ല റോഡുണ്ടാ ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റിയ അതെവിടെയുള്ള മേലല്ലേ അതെങ്ങനെ പോണ ഈ റൂട്ട് തന്നെയാണോ പോണ അല്ലെങ്കിൽ SSB ക്യാമ്പ് SSB ക്യാമ്പ് അവിടെ നിന്നല്ലേ നമ്മൾ വന്നോയ്ക്ക് ഒരു അടുത്തൊരു SSBയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ കൂടിയാണ് കേട്ടോ പോണത് ഇവിടെയൊക്കെ ഈ ബോർഡർ സൈഡിലൊക്കെ SSB ആണ് വർക്ക് ചെയ്യണം കണ്ടില്ല ആ റൂട്ട് അതൊക്കെ മലയുടെ മേലിൽ റോഡൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ നോക്കി ഞങ്ങള് തെറ്റാൻ്റെ അവിടെ ഒരു ശിവൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു ഇത് വെച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ കുറേ നേരം ഇന്ന് എന്തായാലും ഇറങ്ങണേണ്ട കാരണം ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ആന ഇറങ്ങിക്കാൻ നമുക്ക് പോകാൻ പറ്റൂല ശരിക്കും ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു കാരണം എൻ്റെ സാധനങ്ങളെല്ലാം റൂമിലായിപ്പോയി ചാർജർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും റൂമിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ജാക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും റൂമിലാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കാരണം ഇവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ അപ്പോൾ അതോട് മലയാളം പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ എത്തൽബാരിയിലേക്ക് പോണായിരുന്നു അപ്പൊ ഒരു മലയാളി അല്ല വെസ്റ്റ് ബംഗാളിലുള്ള ആളാണ് ആൾക്ക് മലയാളം അറിയാം भैया आपका नाम आशिक अब कितना दिन उधर काम किया था केरला और तमिलनाडु कौन सा जगह त्रिपुर अब आला ജമോറിയ ഫർണിച്ചർ अच्छा आला നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു भैया हाय नाम आपका चंद्रा आपका दुकान है अच्छा थैंक यू भैया नाइस टू मीट यू कितना दिन हुआ केरला से? मैं तो 8 महीने हो गया 8 महीना हो गया ऑल ओवर इंडिया ऑल ओवर नहीं 15 स्टेट घूम के आता नेपाल कुछ घूम के आता और भूटान बाकी है बाकी स्टेट बाकी भूटान इस टाइम नहीं जाएगा उधर घूमते घूमते वापस आप भूटान का पास थैंक यू भूटान का पास जाके आया हाँ भूटान में बॉर्डर देखा उधर से पैदल करने के लिए रास्ता है उधर यहाँ से भी जाएगा भूटान यहाँ से भी जाएगा हाँ 2 रास्ता है उधर कुछ लोग भी पैदल जाने का वो भूटान भूटान अच्छा ओके अब दाली चौमीन आटा आलू मोमोस अब चौमीन कुछ खाएगा नहीं अच्छा वो आपके लिए अच्छा आप मोमो खाएगा नहीं അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് ആളോട് നന്ദിയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് ആള് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഞാനൊന്നും മുടി വെട്ടിയേട്ടാ ശരിക്കും ഫോണിൻ്റെയും ഇതിൻ്റെയും ചാർജൊക്കെ തീർന്നിരിക്കുന്നതായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ ചാർജ് കുറവായിരുന്നു 2 പവർ ബാങ്ക് എടുക്കാൻ പറ്റില്ല
അത് കാരണം കുറേ വീഡിയോ ഒക്കെ മിസ്സായി. കാരണം മുടി വെട്ടിയ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ അല്ലെങ്കിലും നമ്മൾ മുടി കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടാ. ഒരു പുതിയ ഷോപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതേപോലെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ. ഒരു പുതിയൊരു കടയാണ്. കാരണം നമ്മുടെ ബയ്യ എന്നോട് പറഞ്ഞ് ഇനി പന്നുവയ്ക്ക് അവിടെ കയറണം. പുള്ളി അവിടെ ഉണ്ടായിരുന്നു, ഇന്ന് ഇനാഗുറേഷൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പുള്ളി എന്തോ മെയിൻ ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിച്ച് അവിടെ നിന്ന് എന്തായാലും സന്തോഷം കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇന്ന് പോയ സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരെ കണ്ട്. നമ്മൾ മലയാളം പറഞ്ഞ കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ, അവരൊക്കെ ഒരുപാട് നാളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഗ്രാമമാണ്, ഒരു ആദിവാസി ഗ്രാമമാണ് ഇത്. നമ്മളവിടെയൊക്കെ പോയില്ലേ, അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിട്ട് എന്നോട് അവിടെ നിന്നിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് അവർക്ക് വല്ലാത്തൊരു കൗതുകം പറഞ്ഞു. കാരണം നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ കണ്ട് നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നിരുന്നത്. കാരണം അപ്പോൾ ഭയങ്കര രീതിയിലാണ് സ്വീകരിച്ച. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുകയും ചെയ്യും. എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കാരണം നമ്മുടെ സാധനങ്ങൾ ചാർജർ മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. ഒന്നിലും ചാർജ് ഇല്ല. ക്യാമറയൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ചാർജ് ചെയ്യണം, എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോണിലൊക്കെ വന്നവഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് മിസ്സായത്. എന്തായാലും നല്ലൊരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് സഹായങ്ങൾ വേണം. അതായത് നിങ്ങളാരും നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തില്ലെന്ന് കുഴപ്പമില്ല. കാരണം ഫിനാൻഷ്യലി ആരോടും ഞാൻ ഹെൽപ്പ് ചോദിക്കില്ല. പക്ഷേ നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ മുന്നേറാൻ പറ്റുള്ളൂ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും.